ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സാണ്. മൂന്നാമത്തെ ക്ലാസ് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു. അത് നമ്മൾ കളറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഏതൊരു ഒബ്ജക്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 3 കളർ യൂസ് ചെയ്യുന്ന പോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 ബോൾസാണ് ചെയ്യാൻ പോകുന്നത്. സെയിം കളേഴ്സാണ്: യെല്ലോ, റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഓക്കെ. ഇതിൽ ആദ്യത്തെ മോൾ ഭാഗത്തിരിക്കുന്ന 4 സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഡ്രോയിങ് ക്ലാസ്സിലൊന്നും പോയി പഠിക്കാത്ത ഒരു ആൾ സാധാരണ ചെയ്യാൻ പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് യെല്ലോ ബോൾ എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് ഒരു സിംഗിൾ കളർ എടുത്ത് മാത്രം അത് ഫില്ല് ചെയ്തിട്ട് യെല്ലോ ബോളായിട്ട് കൺസിഡർ ചെയ്യും. രണ്ടാമത്തേത് റെഡ് നമ്മൾ അതേപോലെ ഫില്ല് ചെയ്തു. 3 ഗ്രീൻ കളർ ക്രയോൺസ് എടുത്തിട്ട് വർക്ക് ചെയ്തു. ബ്ലൂ വന്നിട്ട് ബ്ലൂ കളർ എടുത്തു. ഞാൻ എടുത്തിരിക്കുന്നത് ഇത് സാധാ നമ്മളെ ക്രയോൺസ് അല്ല. ഓക്കെ, ഇത് വന്നിട്ട് ഓയിൽ പേസ്റ്റൽസാണ്. ഇതിൽ പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് ആൻഡ് ഷാഡോ. ഇതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ താഴെ രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ആ 3 കളർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇടത് ഭാഗത്ത് മോൾ ഭാഗത്തു നിന്നായിട്ടാണ് നമ്മൾ ലൈറ്റ്, ആദ്യത്തെ പോയിൻ്റ് ലൈറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ ബോളിനും നമ്മൾ ഏകദേശം ആ ഒരു ഭാഗത്തു നിന്ന്, ഇടത് ഭാഗത്ത് മോൾ ഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നത് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഹൈലൈറ്റിന് വേണ്ടി ഞാനവിടെ ഒരു വൈറ്റ് ചെറിയൊരു സർക്കിൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ ഫസ്റ്റത്തെ പോലെ ഓക്കെ. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്, യെല്ലോ ബോളാണെങ്കിൽ ആദ്യ ഭാഗം ലൈറ്റ് യെല്ലോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാമലിൻ്റെ ഓയിൽ പേസ്റ്റൽസാണ്. അത് രണ്ടും സാധാ നമ്മൾ ക്രയോൺസും ഓയിൽ പേസ്റ്റൽസിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സാധാ ക്രയോൺസ് നമ്മൾക്ക് ഒന്നിൻ്റെ മുകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വേറൊരു കളർ ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഇതിൽ നമ്മൾ രണ്ടാമത്തെ കളർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ലൈറ്റ് യെല്ലോ ആഡ് ചെയ്തു, അതിൻ്റെ രണ്ടാമത് ഡാർക്ക് യെല്ലോ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് നമ്മളൊരു പകുതി വരെ യെല്ലോ ആഡ് ചെയ്തു, രണ്ടാമത്തേത് പകുതിയിരുന്നൊരു 3/4 ഭാഗത്തേക്ക് എന്ത് പറയുന്നു, നമ്മൾ സെക്കൻഡ് കളർ ആഡ് ചെയ്യണം. ഓക്കെ ഓക്കെ ഇനി തേർഡ് കളർ നമ്മൾ ആഡ് ചെയ്യുന്നത് ഓറഞ്ച് കളറാണ്. അതായത് ലാസ്റ്റ് ഏറ്റവും താഴേക്ക് ഡാർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇടതു ഭാഗത്ത് മോൾ ഭാഗത്തു നിന്നാണ് നമ്മൾ ലൈറ്റിങ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു ഹൈലൈറ്റ് നമ്മൾ വൈറ്റ് വിട്ടു. ഏറ്റവും കൂടുതൽ ലൈറ്റ് കിട്ടുന്ന ഭാഗമാണ് ഹൈലൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് യെല്ലോ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് ടോണായിട്ട് അതിൻ്റെ ഡാർക്ക്, തേർഡ് ഏറ്റവും ഡാർക്കായിട്ട് വന്നിട്ടുള്ള ഓറഞ്ച് ആഡ് ചെയ്തു. രണ്ടാമത് നമ്മൾ പോകുന്നത് റെഡ് ബോൾ ചെയ്യണം. ഓക്കെ, അതിൽ നമ്മൾ യെല്ലോ ആണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ റെഡിൽ നമുക്ക് യെല്ലോ അധികം വേണ്ട, കാരണം റെഡിൻ്റെ കളർ എന്ന് പറയുന്നതിലും യെല്ലോയുടെ അംശം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ റെഡ് ബോൾ ചെയ്യുമ്പോഴും യെല്ലോ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവങ്ങൾ പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, റെഡിൽ ഓറഞ്ചിൻ്റെ അംശവും അതേപോലെ യെല്ലോയുടെ അംശമൊക്കെ കാണാൻ പറ്റും. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് കൂടുതലും ഓറഞ്ചാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം യെല്ലോ നമ്മൾ കൂടുതൽ ചെയ്യേണ്ട, കാരണം ഇത് റെഡ് ബോളാണ് അല്ലേ. അപ്പോൾ പകുതി വരേക്കും നമ്മൾ ഓറഞ്ച് ആഡ് ചെയ്തു. തേർഡ് അതിൻ്റെ ഡാർക്കർ കളർ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ കളർ നമ്മൾ റെഡ് യൂസ് ചെയ്യുന്നു. അത് ഏറ്റവും താഴെ ലൈറ്റിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ, ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഷാഡോ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുക ഏതൊരു ഒബ്ജക്റ്റിൻ്റെ. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇടത് ഭാഗത്ത് മോൾ ഭാഗത്തു നിന്നാണ് ലൈറ്റിംഗ് കൊടുക്കുന്നതുകൊണ്ട് നേരെ ഓപ്പോസിറ്റിലേക്ക് ആൻഡ് താഴെ ഭാഗത്തേക്ക് ഇതിൻ്റെ ഡാർക്കർ കളർ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മൂന്നാമത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് യെല്ലോ കളർ തന്നെയാണ്. ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യെല്ലോ ആഡ് ചെയ്തു. നമ്മൾ മരങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കണ്ടില്ലേ, ഇളം തളിർ ഇലകൾ കണ്ടിട്ടില്ലേ, ആദ്യമായിട്ട് മുളച്ച് വരുന്നതൊക്കെ
ലൈറ്റ് യെല്ലോ കളർ സൂര്യപ്രകാശമൊക്കെ തട്ടുമ്പോൾ ബ്രൈറ്റായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞ നമ്മൾ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഗ്രീൻ സെക്കൻഡ് കളറായിട്ട് നമ്മൾ ആഡ് ചെയ്തു. അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് നമ്മൾ യെല്ലോയിലേക്ക് മിക്സ് ചെയ്ത് എടുക്കണം. ഏത് കളറ് നമ്മൾ ഫസ്റ്റ് കളറ്, സെക്കൻഡ് കളറ്, തേർഡ് കളറ് മൂന്നും ഡയറക്റ്റായിട്ട് നമ്മൾ ഒരേപോലെ ചെയ്യാതെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ കട്ട് ചെയ്ത് വെക്കാതെ 3 കളറും മിക്സായിട്ട്, ഓക്കെ, അതായത് ഒരുമിച്ചുള്ളതാണെന്ന് തോന്നുന്ന രീതിയിൽ ഒന്നിൻ്റെ മുകളിലേക്ക് വേറൊരു കളറ് ഓവർലാപ്പ് ചെയ്ത് വന്നിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ കളറിങ് ചെയ്യാൻ. ഓക്കെ, അതായത് കുറച്ച് പതുക്കെ നമ്മൾ പ്രഷറെല്ലാം കുറച്ച് ഏത് കളറിൻ്റെ മുകളിലേക്കാണോ ഡാർക്കർ കളറിൻ്റെത് അല്ലെങ്കിൽ ലൈറ്റ് കളർ കയറേണ്ടത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ കയ്യിൻ്റെ പ്രഷർ ശ്രദ്ധിച്ച് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഒരിക്കലും സ്കെയിൽ വെച്ച് വരച്ച പോലെ നമ്മൾ 3 കളറും വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ബോൾ എന്ന് പറയുന്നതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടില്ല, 3D ഫീല് നമുക്ക് ഒരിക്കലും കിട്ടില്ല ഇല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്യാം, അതാണ് ഏറ്റവും നല്ലത് സാധാ ക്രയോൺസ് യൂസ് ചെയ്യുന്നതിന് പകരം. ഓക്കെ, നാലാമത്തെ നമ്മൾ ബ്ലൂ ആണ് ചെയ്യുന്നത്. ബ്ലൂവിൽ നമ്മൾക്ക് യെല്ലോ കളർ ഓക്കെ ഇട്ടണ്ട, കാരണം ബ്ലൂവിൽ ഒരിക്കലും യെല്ലോ കളറിലൊരു അംശം കയറില്ല. അവിടെ നിന്ന് സെപ്പറേറ്റ് വല്ലൊരു യെല്ലോ കളർ കൊടുത്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബ്ലൂ കളറിൽ യെല്ലോയുടെ അംശം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, യെല്ലോ വരില്ല, റെഡ് വരില്ല അല്ലേ. അപ്പോൾ ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ലൈറ്റ് ബ്ലൂ എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വളരെ ബേസിക്കായിട്ട് കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നല്ല രീതിയിൽ നിങ്ങൾക്കുള്ള വർക്ക്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒറ്റയടിക്ക് വാവ് എന്ന് പറയിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ട്രിക്ക് മാത്രമാണത്. ഓക്കെ, അതായത് മുകൾ ഭാഗത്ത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ പണ്ട് യൂസ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള സിംഗിൾ കളറാണ്. അതിന് പകരമായിട്ടാണ് നമ്മൾ 3 കളറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ബ്ലൂവിൽ കണ്ടോ, ബ്ലൂ ബോളിൽ ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, അതിനുശേഷം വയലറ്റ് നമ്മൾ ആഡ് ചെയ്തു. അതും മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ഒരു 3D ഫീൽഡിലേക്ക് നമ്മൾ 4 ബോളും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, ലൈറ്റ് അതിൽ കാണാം, ഷാഡോ എന്ന് പറയുന്നത് നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നതാണ്. ലൈറ്റ് നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡാർക്കർ സൈഡ് നമ്മൾ കാണിക്കുന്നു. ഞാൻ വാങ്ങിയിരിക്കുന്ന ഈ ക്യാമലിൻ്റെ കളറിൽ ഗ്രേ കളറുണ്ട്, അതുകൊണ്ട് നമ്മൾ വൈറ്റ് പ്രതലത്തിലല്ലേ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലൈറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഷാഡോ. അതുകൊണ്ട് ഒരു ചെറിയ ഷാഡോ നമ്മളിവിടെ കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോൾ അതായത് ഒരു ഒബ്ജക്റ്റിന് 3D ഫീൽ എന്ന് പറയുമ്പോൾ നമ്മൾ 2D ഉണ്ട്, 3D ഉണ്ട്. 2D ആണ് നമ്മൾ നമ്മൾ ഈ ഒരു ഇതിൽ മുകൾ ഭാഗത്ത് ചെയ്തിരിക്കുന്നത് സിംഗിൾ സർക്കിൾ, സിംഗിൾ കളർ. 3D എന്ന് പറഞ്ഞാൽ ത്രിമാന ഡൈമെൻഷൻ എന്ന് പറയും അല്ലേ. ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ ലൈറ്റും വേണം, ഷാഡോയും വേണം ഏതൊരു ഒബ്ജക്റ്റിനും. ഇപ്പോൾ രണ്ടും നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിൽ ചെയ്തെങ്കിൽ ലൈറ്റും ഉണ്ട്, ഷാഡോ ഉണ്ട്, അതേപോലെ നമ്മൾ 3 കളറും ആഡ് ചെയ്തിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്,